പുറത്ത് പോകാനാണ്. നമ്മളിപ്പോൾ ഇവിടെ ട്രിപ്പ് പോകുന്നവർക്കാണ് പോണ്ടിച്ചേരിയിൽ. സോ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെയാണ് കുറച്ചുകൂടി നല്ല ലൈറ്റ്, അതുകൊണ്ടാണ്. സോ നമ്മളൊന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കുട്ടി മേക്കപ്പാണ്. ഞാൻ ടാൻഡായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒട്ടുക്കത്തെ ടാനായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ബൈക്കിലാണ് വന്നത്. 10 മണിക്കൂർ ബൈക്കിൽ 12 മണിക്കൂറോളം ഉണ്ടായിരുന്നു പുറത്ത്. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് അത്രയും ടാനായിട്ടുണ്ട്. നമുക്കത് സെറ്റാക്കി എടുക്കണം. ഞാൻ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജാക്കറ്റൊക്കെ പോയാലും കയറുന്നില്ല. സോ അപ്പോൾ ഞാനിത് മേക്കപ്പ് മേടിച്ചു തരാം. ഹലോ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്, എന്നോട് എല്ലാവരും പറയാറുള്ളതാണ്, നമുക്കിത് നമ്മൾ ഡെയിലി ജോബിന് പോകണമെന്ന് ഈ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് 6 hour ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ, ഹൈലൂറോണിക് ആസിഡിൻ്റെ ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ. ഇത് വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ 50 PA+++ UVB പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. നമ്മൾ 2 ഗ്ലാസ് വാട്ടർ എടുത്തു. ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഇത് ഡെമോക്കോ സൺസ്ക്രീൻ ആണ്. നമുക്ക് വീഴുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, അതിങ്ങനെ അലിയുന്നേ ഇല്ല. നോക്കൂ, കറക്റ്റ് ഇങ്ങനെ വലുതായിട്ട് വീഴുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് വേറൊരു സൺസ്ക്രീൻ, ഏതെങ്കിലും ഒരു അതർ സൺസ്ക്രീൻ നമ്മളെടുത്ത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആ സൺസ്ക്രീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും. നോക്കൂ, അതിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ പോണ പോലെയാണ്. ഇപ്പം തന്നെ അലിയും. എന്നെ കൊണ്ട് ആ സൺസ്ക്രീൻ നമ്മൾ അത് സൺസ്ക്രീൻ അലി ഇങ്ങനെ നമ്മൾ ഒരു പെൻസിലിട്ടിട്ട് ഞാൻ ഇളക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് അത് കണ്ടു ബ്ലെൻഡ് ആയിപ്പോയി. എന്നാൽ ഡെമോക്കോ അങ്ങനെ ഉണ്ടാവുന്നില്ല. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ആ ചങ്ക്സ് അതേപോലെ എടുക്കുന്നുണ്ട്. പിന്നെ ഭൂമി എന്നൊരു പ്രൊജക്റ്റ് പ്രകാരം ഇവർ ഓരോ ഓർഡർ ത്രൂ 15,000 കുട്ടികളുടെ ഇത് വിദ്യാഭ്യാസത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. ആകെ 2 സൺസ്ക്രീൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തിട്ടുള്ളൂ. ആ സൺസ്ക്രീനെ കുറിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് കാണാൻ പറ്റും. ഒന്നുകൂടെ നിങ്ങളിപ്പോൾ കണ്ടു. ലോങ് ലാസ്റ്റ് സൺസ്ക്രീൻസ് അടിപൊളിയാണ്. ബിക്കോസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യേണ്ട. പിന്നെ എത്ര സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും മേത്ത് അപ്ലൈ ചെയ്യാൻ മറക്കരുതട്ടെ. ഞാൻ മേത്ത് അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. സോ നമ്മളിപ്പോൾ തന്നെ ഒരു ലിപ്പ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ലിപ് ബാം, പിന്നെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു ബോഡി ഓയിൽ. അത്രയും ഡ്രൈ ആണ്. എൻ്റെ മുഖം അങ്ങനെ ടാൻഡ് ആവണമെങ്കിൽ കൂടുതൽ കഴുത്താണ് ടാൻഡ് ആയിട്ടുള്ളത്. എന്താണ് എനിക്ക് അല്ലെങ്കിൽ ബോഡിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമായിരുന്നു എന്ന് ശരിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിതേ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്ക് അപ്പത്തിന് അത്രയും ടാൻഡ് അടിച്ചിരിക്കുന്നതുകൊണ്ട് മുഖത്ത് കുറച്ചൊരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴുത്തിൽ ശരിക്കും ഇങ്ങനെ ഫുള്ളി പേപ്പിൾ കളർ കാണാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ഫൗണ്ടേഷൻ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഫേസും കഴുത്ത് തമ്മിലുള്ള ഡിഫറൻസ് വന്നത് കേട്ടോ. ഞാനൊരു നമ്മുടെ K-Beautyയുടെ ഒരു ഹൈലൈറ്റർ ഉണ്ട്, പുതിയത് ലോഞ്ച് ചെയ്ത് അടിപൊളിയായിട്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാത്തിലും മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ഐ ഷാഡോ ആയിട്ട് അതുപോലെ തന്നെ ബേസ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നോക്കൂ, നമ്മൾ എന്നിട്ട് അപ്ലൈ ചെയ്ത് വരുമ്പോൾ കഴുത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസും കാണാൻ പറ്റും. ഫേസിൽ പക്ഷേ അങ്ങനെ ഇതാക്കുന്ന പോലെയല്ല, ബ്ലെൻഡ് ചെയ്ത് പോകുമ്പോൾ സെറ്റായിട്ട് വരുന്നുണ്ട്. കഴുത്തിലുണ്ടോ വ്യത്യാസമുണ്ട്. പിന്നെ ഞാനത് കുറേ ബ്ലെൻഡ് ചെയ്ത് ഏകദേശം അതൊക്കെ ശരിയാക്കും കേട്ടോ. പിന്നെ നമ്മൾ ലൂമിനൈസറും കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു രസത്തിൽ ഗ്ലോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് നമ്മൾ വള ഇട്ടു. പിന്നെ അതിനുശേഷം ഇത് നമ്മുടെ സ്വന്തം പാക്കിൻ്റെ കേട്ടോ, മറ്റേ സാറ സൊല്യൂഷൻ്റെ കൊള്ളാപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ കുറച്ചധികം അപ്ലൈ ചെയ്താലേ എൻ്റെ സ്കിന്നിൽ ശരിക്കും കാണുന്നുള്ളൂ. ഞാൻ കുറച്ചധികം അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ കുറച്ച് രസമുണ്ട്, ഇങ്ങനെ ചുവന്ന് തൊടുത്തോടെ ഇരിക്കുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിപ്പോൾ ഒരു നല്ല ലിക്വിഡ് ബ്ലഷ് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ സ്റ്റേസിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് അടിപൊളിയായിട്ട് 3 shades ഉള്ളത്. ഇത് ഞാൻ എപ്പോഴും ഇതാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് വന്നിട്ട് ഞാൻ ഇത് ലാസ്റ്റ് ചെയ്യാണ് എപ്പോഴും ഇതാണ് ഉപയോഗിച്ചിട്ടോ. അപ്പോൾ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ട്രിപ്പ് വന്നാൽ നമുക്ക് കാണാം കേട്ടോ. അതിനുശേഷം ഈ ഹൈലൈറ്റർ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ എടുത്തത് അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. അധികം കാണില്ല, പക്ഷെ ഭയങ്കര ഒരു തിളക്കം നൽകും. പിന്നെ അത് ഫുൾ ഫേസും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിളക്കം. ബിക്കോസ് ഭയങ്കര ഡ്രൈയും കൂടെ ആകുമ്പോൾ ഒരു ഭ്രാന്ത വരുന്നുണ്ട് ശരീരം അങ്ങനെ കാണുമ്പോൾ. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് ഗ്ലോസി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് വീണ്ടും വെച്ചിട്ട് പിന്നെ നമ്മൾ പോയിട്ട് വീണ്ടും വളകളിട്ടിട്ട് വന്നു. പിന്നെ ഈ കമ്മലാണ് എനിക്ക് കൂടുതൽ ഭംഗി തോന്നിയത്. പക്ഷേ അതെനിക്ക് ഇപ്പിട്ട കമ്മൽ ഊരാൻ പറ്റുന്നില്ല. അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് വീണ്ടും മാറ്റി എന്തൊക്കെയോ ഇട്ടു. പിന്നെ അതേ നമ്മൾ മസ്കര ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ലുക്ക് ഏകദേശം വന്നിട്ടുണ്ട് ഒത്തിട്ട്. പിന്നെ ഞാൻ ഈ മാല ഇട്ടു. പക്ഷേ ഈ കമ്മൽ ഈ മാലയ്ക്ക് മാച്ചല്ല, ബാക്കിയുള്ള ലുക്ക് മാച്ചാണ്. പക്ഷേ ഞാൻ ആ മാച്ച് അല്ലെങ്കിൽ എന്തിട്ടു. ഇതാണ് ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയാം കേട്ടോ.